ഓം നമോ ഭഗവതേ വാസുദേവായ. ചണ്ടാളനെ പോലെ ആയിട്ടുള്ളവനെ ഉദ്ധരിക്കാനാണ് നോക്കേണ്ടത്. അതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ മുഖ്യ ലക്ഷ്യം. ജന്തുവായി ജനിക്കുന്നവൻ സംസ്കാരം കൊണ്ട് ദ്വിജത്വവും വിപ്രത്വവും ബ്രാഹ്മണ്യവും നേടാനുള്ള ഒരു ക്രമീകരണമാണ് സനാതനധർമ്മം. അപ്പോൾ അഹിംസ, സത്യം, തപസ്, ശൗചം, ഇത് മുഖ്യധർമ്മം. സാമാന്യധർമ്മം തപസ്സും ഓരോരുത്തർക്ക് ഓരോ രംഗത്താണ് തപസ്. എല്ലാവർക്കും ഒരേപോലെയുള്ള തപസ്സല്ല. എന്താണ് തപസ് എന്നുള്ളതിനൊക്കെ ശാസ്ത്രങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സ്വധർമാചരണം തപഃ. അവരവരുടെ സ്വധർമ്മ അനുഷ്ഠാനം ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ചെയ്യലാണ് തപസ്. അവനവൻ എവിടെ നിൽക്കുന്നുവോ അവനവൻ്റെ വർണ്ണാശ്രമധർമ്മങ്ങളെ വിധിപ്രകാരം ചെയ്യലാണ്. തോന്നിയവാസം ചെയ്യാതെ ശാസ്ത്രവിധിപ്രകാരം ചെയ്യലാണ് തപസ്. അവിടെ ത്യാഗമുണ്ട്. അവിടെ നമ്മുടെ സ്വാർത്ഥതയുടെ ത്യാഗമുണ്ട്, നമ്മുടെ തോന്നിയവാസത്തിൻ്റെ ത്യാഗമുണ്ട്. ശാസ്ത്രങ്ങൾ പറഞ്ഞത്, പൂർവികന്മാർ പറഞ്ഞത്, സജ്ജനങ്ങൾ അനുഷ്ഠിക്കുന്നത് നമ്മൾ അനുഷ്ഠിക്കുന്നു. അല്ലാതെ നമുക്ക് തോന്നിയ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ ലാളിക്കലല്ല തപസ്. ശൗചം എന്ന് പറഞ്ഞാലും ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് ശൗചം. സാമാന്യമായിട്ട് ശൗചം എന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ശൗചം ഒരുപോലെയല്ല. ശൗചം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശൗചം, ഇനി നമ്മുടെ വാക്കിൻ്റെ ശൗചം, മനസ്സിൻ്റെ ശൗചം, കർമ്മങ്ങളുടെ ശൗചം, പരിസരത്തിൻ്റെ ശൗചം. അങ്ങനെ ശൗചത്തെ തന്നെ പലതായിട്ട് പറയാം. നമ്മുടെ പരിസരം ശുദ്ധിയാക്കി വെക്കണം, നമ്മുടെ ശരീരം എപ്പോഴും വൃത്തിയാക്കി വെക്കണം, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ കർമ്മം അതിനെയും ശുദ്ധമാക്കണം. അത് അഭ്യസിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നമുക്ക് ശൗചത്തിൽ സംസ്കരിക്കാം, പെർഫെക്ഷനാക്കാം. മുമ്പ് ശൗചമൊന്നും ഇല്ലാത്തവർ ഓരോന്നും ശീലിച്ചാണ് ശൗചം വർദ്ധിപ്പിക്കുക, അല്ലേ? പണ്ട് നമുക്ക് ശൗചം ഉണ്ടായിരുന്ന ഉപകരണങ്ങളല്ല ഇപ്പോഴത്തെ ശൗചം. ഇപ്പം നമുക്ക് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്തൊക്കെ വാഷുകളാണ്. ഫേസ് വാഷ്, ഹാൻഡ് വാഷ്, മൗത്ത് വാഷ്, എല്ലാറ്റിനും വാഷുകൾ വേറെ വേറെ ഉണ്ട്. സ്പെഷ്യലായിട്ട് വാഷ് ചെയ്യാം, ഒക്കെ ക്ലീൻ ആക്കി വെക്കാം. ഡിഷ് വാഷ്, ഫ്ലോർ വാഷ് എന്ന് പറഞ്ഞ മാതിരി ക്ലോസറ്റ് വാഷ്, എല്ലാറ്റിനും സ്പെഷ്യൽ വാഷുകളാണ്. പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നോ? ഇല്ല. അപ്പോൾ സംസ്കാരമാണത്. പക്ഷെ അതുകൊണ്ട് പ്രകൃതിക്ക് ദോഷം ഉണ്ടാവരുത് എന്ന് മാത്രം അത് നോക്കണം. നമ്മൾ ചെയ്യുന്ന പല വാഷുകളും ഇപ്പോൾ പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്നുണ്ട്. പ്രകൃതിക്ക് വിരുദ്ധമല്ലാത്ത വാഷുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ശൗചം അഭ്യസിക്കാം. അപ്പോൾ ശരീരത്തിൻ്റെ ക്ലെൻലിനെസ് മാത്രമല്ല, വാക്കും പ്രവൃത്തിയും മനസ്സും ശുദ്ധമാക്കി വെക്കണം. അതുപോലെ പരിസരവും. ക്ലെൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്, അല്ലേ? പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ വാക്കും മനസ്സും പ്രവൃത്തിയും ചിന്തയും ഒക്കെ ശുദ്ധമാകുമ്പോൾ നമ്മൾ ആരോട് അടുക്കുന്നു? നമ്മളിൽ നിഷ്കളങ്കത വർദ്ധിക്കുന്നു. നിഷ്കളങ്കരായിട്ടുള്ളവരുടെ ഹൃദയത്തിലെ ആത്മതത്വം, ഈശ്വരതത്വം സ്ഫുടമായി പ്രകാശിക്കുന്നു. കളങ്കമുള്ളവർക്കോ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിലെ കളങ്കമാണ് മായ. അപ്പം ഈ മായയെ ജയിക്കണമെങ്കിൽ എന്ത് വേണം? നിഷ്കളങ്കരാവണം. ആ നിഷ്കളങ്കതയുടെ അഭ്യാസമാണ് ഈ ശൗചം. അതെല്ലാ തലത്തിലും. അങ്ങനെ ശൗചം, അതുപോലെ തപസ്, സ്വധർമാചരണം, സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടതൊക്കെ വിളിച്ചു പറയുക എന്നല്ല. കണ്ടതൊക്കെ സത്യമായിക്കൊള്ളൊന്നും ഇല്ല. നമ്മൾ പലതും ഒരു ദൃഷ്ടിയിൽ കാണും. നമ്മുടെ ദൃഷ്ടിയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അതിനു മുമ്പ് നമ്മളത് എന്താണ് സത്യമെന്ന് അന്വേഷിക്കണം, വേണ്ടേ? അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങളും കൂടി അന്വേഷിച്ചിട്ടേ നമുക്കത് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ചെയ്യുന്നത് എന്താണ് ചെയ്തത് എന്നുള്ളതിൻ്റെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ അയാൾ ആരോടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ അയാൾ ചെയ്യുന്നതിനെക്കുറിച്ച് മുഴുവൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിനെ വിളിച്ചു പറഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെയുള്ള സത്യങ്ങളെക്കുറിച്ചാണ് വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ നമുക്ക് ദുഃഖം തരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാമൊന്നും നമ്മൾ വിളിച്ചു പറയാൻ പാടില്ല.
അപ്പൊ സത്യത്തെ പറയുമ്പോൾ ഹിതമായ സത്യത്തെ പ്രിയമാക്കി പറയാൻ പറയണു. സത്യം, പ്രിയം, ഹിതം. ആ സത്യത്തെ ഹിതമായത്, ഒരാൾക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങളെ പറയേണ്ടതുള്ളൂ. അത് നമ്മൾ പറയുമ്പോൾ വേദനിപ്പിക്കുന്ന രീതിയിലും പറയരുത്. ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയലും അല്ല സത്യം. യഥാർത്ഥ ഭാഷണം സത്യം എന്ന് പറയും. വെള്ളം ചേർക്കാതെ പറയണം, പക്ഷേ അത് പ്രിയമാക്കിയിട്ടും ഹിതമായതും മാത്രം പറയണം. ഇങ്ങനെ 4 സാമാന്യധർമ്മം. ഈ സാമാന്യധർമ്മം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ വർണ്ണാശ്രമ ധർമ്മത്തിലേക്കുമാണ്. അപ്പോൾ വിശേഷധർമ്മമാണെന്ത്? വർണ്ണാശ്രമധർമ്മം. വിശേഷധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഓരോരുത്തർക്കും സ്പെഷ്യലായിട്ടുള്ള ഡ്യൂട്ടീസ്. ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. ഇനി സ്പെഷ്യലായിട്ടുള്ളത് ആര് എവിടെ നിൽക്കുന്നു അവരവർക്ക് സ്പെഷ്യൽ. എല്ലാവരും ഒരേ തലത്തിലല്ല, എല്ലാവർക്കും ഒരേ സംസ്കാരമല്ല, എല്ലാവരിലും ഒരേ ഗുണങ്ങൾ അല്ല. സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങൾക്ക് അനുസരിച്ച് അയാളുടെ ഗുണം മനസ്സിലാക്കി അയാളുടെ വർണ്ണം അയാൾക്ക് തിരിച്ചറിയണം. സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നവൻ ബ്രാഹ്മണനാണ്, രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവൻ ക്ഷത്രിയനാണ്, തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവൻ ശൂദ്രനാണ്, അതിൻ്റെ ഇടയ്ക്കുള്ളവൻ വൈശ്യനാണ് എന്നറിയണം. എന്നിട്ട് നമ്മുടെ കർമ്മ വാസനയെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഏത് കർമ്മമാണ് കംഫർട്ടബിളായിട്ട് തോന്നുന്നത്, ഏതിലാണ് നമ്മുടെ അഭിരുചി, ആപ്റ്റിറ്റ്യൂഡ്, ആ അഭിരുചിയാണ് നമ്മുടെ കർമ്മം. അപ്പോൾ ഗുണ കർമ്മ വിഭാഗശഃ, ആ കർമ്മത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിത മാർഗത്തെ തിരഞ്ഞെടുക്കുക, നമ്മുടെ കരിയർ നമ്മൾ ഓപ്റ്റ് ചെയ്യുക. ആ ഓപ്റ്റ് ചെയ്യപ്പെടുന്നതിനാണ് വർണ്ണം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അവരുടെ കരിയർ തിരഞ്ഞെടുക്കുന്നില്ലേ? ഓരോരുത്തരുടെയും വാസനയ്ക്കനുസരിച്ച് തിരഞ്ഞെടുത്താൽ കംഫർട്ടബിൾ ആയിരിക്കും. അല്ലാതെ പ്രഷറുകൾക്ക് വിധേയരായിട്ട് തിരഞ്ഞെടുത്താൽ അവർ ആ പ്രഷറിന് വിധേയരായി അവരതിന് കൊള്ളാത്തവരായി അവിടുന്ന് പുറന്തള്ളപ്പെടും. ഇത് നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ ഡോക്ടറാവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ ഒന്നും താല്പര്യമില്ല. പക്ഷേ അച്ഛൻ്റെയും അമ്മയുടെയും പ്രഷർ കാരണം മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിങ്ങിനും ഒക്കെ കൊണ്ടുപോയി കുറേ ലക്ഷങ്ങളും കൊടുത്ത് ചേർത്തും. അവിടെ പോയാൽ അവർക്ക് പഠിക്കാനോ താല്പര്യം, റാഗിങ്ങും തോന്നിയവാസങ്ങളും അല്ലേ, സമരങ്ങളും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ പുറകെ നടക്കും. പഠിക്കേണ്ട വിഷയങ്ങളോ ഓരോ സെമസ്റ്ററിലും നോക്കുമ്പോൾ ഒക്കെ ബാക്കി അരിയേഴ്സ് എന്ന് പറയും. എല്ലാ സെമസ്റ്ററും കഴിഞ്ഞ് കഴിയുമ്പോൾ എത്ര അരിയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേപ്പറുണ്ടോ അത്രയും അരിയേഴ്സ്. അവനൊന്നും പഠിച്ചിട്ടില്ല. അവൻ പോയത് എന്തിനാ? അച്ഛൻ്റെയും അമ്മയുടെയും കാശ് ചിലവാക്കാൻ. അവരുടെ പ്രഷറിന് വിധേയമായിട്ടാണ് പോയത്, താല്പര്യം കൊണ്ട് പോയതല്ല. അങ്ങനെയുള്ള എത്രയോ ആളുകളെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ നിർബന്ധത്തിനോ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയോട് കോമ്പീറ്റ് ചെയ്തിട്ടോ അടുത്ത വീട്ടിലുള്ളവൻ ഡോക്ടറായി അല്ലെങ്കിൽ എഞ്ചിനീയറായി അതുകൊണ്ട് എൻ്റെ മകനും അത് തന്നെ ആവണം എന്ന് പറഞ്ഞ അച്ഛനമ്മമാർ കുട്ടികളെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ അവരെ കൊണ്ട് ആവാത്ത പണി എടുപ്പിക്കുമ്പോൾ അവർക്കത് സഹിക്കാതാവുമ്പോൾ അവരതൊക്കെ വിട്ടുപോകും. അതാണ് വർണ്ണം എന്ന് പറഞ്ഞാൽ വരിക്കേണ്ടതാണ്, സ്വീകരിക്കുന്നതാണ് വർണ്ണം. വൃണീതേ ഇതി വർണ്ണഃ, സ്വയം വരിക്കുന്നതാണ് വർണ്ണം. അപ്പം അവനവന് എടുക്കാൻ പറ്റുന്നതേ അവനവൻ എടുക്കാവൂ, കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. ആവാത്തത് കൊത്തിയാൽ കൊക്ക് പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൊത്തുകൊണ്ട് നമ്മൾ ചാവും. ഇത് വളരെ ശാസ്ത്രീയമായിട്ടുള്ള അവതരണമാണ് ഈ വർണ്ണാശ്രമ ധർമ്മം നമ്മുടെ ശാസ്ത്രങ്ങളിൽ, നമ്മുടെ എന്താ പറയുക, വേദത്തിലാണെങ്കിലും സ്മൃതി ഗ്രന്ഥങ്ങളിലാണെങ്കിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അറിഞ്ഞ് വ്യാഖ്യാനിക്കുന്നില്ല ആരും. ഇപ്പോഴുള്ള നിലവിലുള്ള എന്തൊക്കെയോ സമ്പ്രദായങ്ങളുണ്ട്, അതിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ഈ സമ്പ്രദായം വഴിതെറ്റി തെറ്റായി പോയതാണ്. ഇതല്ല ശരി. ഇപ്പോഴുള്ളതൊന്നും ജാതീയമായിട്ടുള്ള സമ്പ്രദായങ്ങളൊന്നും തന്നെ സനാതനമല്ല, സനാതന ധർമ്മത്തിൻ്റെ ഭാഗമല്ല. ഓരോ ജാതികളുണ്ടായത് ഓരോ കുലത്തൊഴിലുകളിൽ നിന്നാണ്. ഓരോരുത്തർ ഓരോ കുലത്തൊഴിൽ ചെയ്തപ്പോൾ അവനെ ആ ജാതി വിളിച്ചു. ഇപ്പം അങ്ങനെ വല്ലതുണ്ടോ? ഇപ്പം കുലത്തൊഴിലുകളുണ്ടോ? എല്ലാവരും IT. അപ്പോൾ ഇപ്പോഴത്തെ ജാതി അതാണ് IT ജാതി. പണ്ട് ഇരുമ്പ് കൊണ്ട് പണിയെടുത്തവനെ കൊല്ലൻ എന്ന് വിളിച്ചു, ചെമ്പ് കൊണ്ട് പണിയെടുത്തവനെ ചെമ്പോട്ടി എന്ന് വിളിച്ചു, മൂശാരി എന്ന് വിളിച്ചു അല്ലേ? ഓട് പണിയെടുത്തവനെ മൂശാരി എന്ന് വിളിച്ചു, സ്വർണം പണിയെടുത്തവനെ തട്ടാനെന്ന് വിളിച്ചു.
മരപ്പണിയെടുത്തവനെ ആശാരി എന്ന് വിളിച്ചു, കെട്ടിടപ്പണിയെടുത്തവനെ കല്ലാശാരി അല്ലെങ്കിൽ മേസ്തിരി എന്നൊക്കെ വിളിച്ചു, എന്തൊക്കെയോ വിളിച്ചു. അതിനനുസരിച്ച് അവരുടെ കുലത്തൊഴിലിനനുസരിച്ച് അവർക്ക് ജാതി പറഞ്ഞു, ഓരോ ഗോത്രങ്ങളായി തീർന്നവർ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ജാതീയതമായിട്ടുള്ള ഒന്നും അവശേഷിപ്പിക്കാൻ പാടില്ല. ഇന്നിപ്പോൾ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ ഗവൺമെൻറ്റാണ്. സെക്കുലർ എന്ന് പറയുകയും എല്ലാ കാര്യത്തിനും ജാതിയും മതവും ചോദിക്കുന്ന ആപ്ലിക്കേഷനുകളും. ഇത് ഉന്മൂലനം ചെയ്താലേ ഈ ഭാരതം നേരെയാവുള്ളൂ. ജാതിയും മതവും ചോദിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ആപ്ലിക്കേഷനുകളും രജിസ്റ്ററുകളും നമ്മുടെ ഗവൺമെൻറ് വ്യവസ്ഥയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയാൽ മാത്രമേ നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അത് പോകരുത് എന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. അതുകൊണ്ടാണ് ഇങ്ങനെ ചില ബ്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആരെന്ത് പറഞ്ഞാലും ഉടനെ ജാതീയതയെ പൊക്കി വിട്ട് വിഭാഗീയതയെ വർദ്ധിപ്പിച്ച് നമ്മളെ തമ്മിലടുപ്പിച്ചുകൊണ്ട് നമ്മളെ ഞണ്ടുകൾ പരസ്പരം കുഴിയിലേക്ക് വലിച്ചിടും. ഒരു കുഴിയിൽ നിന്ന് ഒരു ഞണ്ട് കയറാൻ നിൽക്കുമ്പോൾ പിന്നാലെ ഇരിക്കുന്ന ഞണ്ട് അവനെ പിടിച്ച് താഴേക്കിടും. ഇതുപോലെ നായരെയും ഈഴവനെയും നമ്പൂതിരിയെയും പട്ടരെയും എന്ന് പറഞ്ഞ പോലെ പരസ്പരം കലഹിപ്പിച്ച് സംവരണം അത് ഇത് എന്ന് പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ തമ്മിൽ തല്ലിയിട്ട് കോമ്പീറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ജാതീയതയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഇവിടുത്തെ സെക്കുലർ എന്ന് പറയുന്ന ഒട്ടും സെക്കുലർ അല്ലാത്ത നമ്മുടെ ഭരണ സംവിധാനമാണ്, ഇന്നത്തെ വ്യവസ്ഥകളാണ്. ആദ്യം ഈ ഭാരതം സെക്കുലർ ആവണമെങ്കിൽ ഈ ജാതി മതം ചോദിക്കുന്നത് ഒഴിവാക്കിയേ പറ്റൂ, എങ്കിലേ നമ്മളൊക്കെ രക്ഷപ്പെടാൻ പോകുള്ളൂ. അല്ലാത്തിടത്തോളം നമ്മുടെ മൈൻഡിൽ ഈ കണ്ടീഷനിങ്ങുകൾ അവിടെ തന്നെ കിടക്കും. വിഭാഗീയത മാറിപ്പോകാൻ പോകുന്നില്ല, സ്വാർത്ഥത വിട്ടുപോകാൻ പോകുന്നില്ല. നമ്മൾ നായന്മാരൊക്കെ ഒന്നിച്ചു കൂടുക, നമ്മൾ നമ്പൂരിമാരൊക്കെ ഒന്നിച്ചു കൂടുക, നമ്മൾ പട്ടന്മാരൊക്കെ ഒന്നിച്ചു കൂടുക, നമ്മൾ ഈഴവരൊക്കെ കൂടി ഒന്നിച്ചു കൂടുക, നമ്മൾ പുലയന്മാരൊക്കെ കൂടി ഒന്നിച്ചു കൂടുക. എന്നിട്ട് നമുക്ക് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, അടിപിടി കൂടുക, സമരം ചെയ്യുക. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള MLA-മാരെ ഇട്ടിട്ട് അവിടെ ഇട്ട് ഓരോ നിയമങ്ങൾ പാസ്സാക്കിപ്പിക്കുക എന്ന് ഇങ്ങനെ കടിപിടി ഉണ്ടാവുന്നിടത്തോളം കാലം ഇത് സനാതന ധർമ്മമേ അല്ല. ഇതും സനാതന ധർമ്മമായിട്ട് പുലബന്ധം പോലും ഇല്ല. ഈ ജാതീയത നമ്മുടെ സംസ്കാരമേ അല്ല. നമുക്ക് നമ്മുടെ വേദങ്ങളും നമ്മുടെ ഇതിഹാസ പുരാണങ്ങളും അതിലേക്ക് ധാരാളം വെളിച്ചം വീശുന്നുണ്ട്. ഓരോരുത്തരുടെയും സ്വഭാവമാണ് അവനവൻ്റെ വർണ്ണത്തെ നിശ്ചയിക്കുന്നത്. അവൻ ഏത് തൊഴിലിലാണോ അഭിരുചി, ഏത് ഗുണമാണോ അവനിൽ പ്രബലം, അതാണ് അവനവൻ്റെ വർണ്ണം. അങ്ങനെ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ അവരവരുടെ ധർമ്മങ്ങളെ അനുഷ്ഠിച്ച് സ്വകർമ്മണ തമഭ്യർച്ച് സിദ്ധിം നിന്ദതി മാനവ. ചിത്തശുദ്ധി നേടി ഈശ്വര സാക്ഷാത്കാരം നേടുകയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതിലുള്ള ജീവിതത്തിലുള്ള ഓരോ ഘട്ടങ്ങളെയാണ് ആശ്രമം എന്നും പറഞ്ഞത്. ആശ്രമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുക എന്നാണ്. ആസമന്താത് ശ്രമഃ, എല്ലായ്പ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനുള്ള ശ്രമം? ലക്ഷ്യപ്രാപ്തിക്കുള്ള ശ്രമം. എന്താണ് ലക്ഷ്യം? ഈശ്വര സാക്ഷാത്കാരം. അപ്പോൾ ബ്രഹ്മചര്യ ജീവിതത്തിലും ലക്ഷ്യം എന്തായിരിക്കണം? ഈശ്വര സാക്ഷാത്കാരം. ഗൃഹസ്ഥ ജീവിതത്തിലും ആശ്രമം എന്തായിരിക്കണം? ഈശ്വര സാക്ഷാത്കാരം. വാനപ്രസ്ഥത്തിലും ആശ്രമം ഈശ്വര സാക്ഷാത്കാരം. സന്യാസത്തിലും ആശ്രമം ഈശ്വര സാക്ഷാത്കാരം. ആശ്രമം എന്നാൽ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പ്രയത്നം എന്നാണ്. എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തെങ്കിലും അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആശ്രമമാണോ? അതൊന്നും ആശ്രമമാവില്ല. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ആവുമ്പോഴേ അത് ആശ്രമമാവുന്നുള്ളൂ. അപ്പോൾ ആ ലക്ഷ്യബോധത്തോടുകൂടി ഇപ്പോൾ നമ്മൾ കർമ്മവാസനകളോടുകൂടിയിട്ട് ജന്തു സഹജമായ സ്വഭാവങ്ങളോടുകൂടിയവരാണെങ്കിൽ അതിനെയൊക്കെ സംസ്കരിച്ച് ഓരോന്നോരോന്നായി അഴിച്ചു കളഞ്ഞ് വാസനകളെ ക്ഷയിപ്പിച്ച് പരിശുദ്ധന്മാരായി ഈശ്വര സ്വരൂപികളായി തീരാനുള്ളതാണ് മനുഷ്യജന്മം. ഇതിനുള്ള മനോഹരമായിട്ടുള്ള വ്യവസ്ഥയാണ്, ശാസ്ത്രീയമായിട്ടുള്ള വ്യവസ്ഥയാണ്
വർണ്ണാശ്രമധർമ്മം. ഈ 4 ആഖ്യാനങ്ങളിലൂടെ മന്വന്തരാനുകഥ വർണ്ണിക്കപ്പെടുകയാണ്. മന്വന്തരാനുകഥ എന്ന് ഓരോ മന്വന്തരങ്ങളിലും നടന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ പരീക്ഷിത്ത് രാജാവ് സുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് സ്വയംഭുവ മനുവിൻ്റെയും അദ്ദേഹത്തിൻ്റെ പുത്രന്മാരുടെയും വംശത്തെക്കുറിച്ച് വർണ്ണിച്ചു. മറ്റുള്ള മനുക്കൾ ആരൊക്കെയാണ്, അതിനെക്കുറിച്ചും കൂടി കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ സുഖബ്രഹ്മർഷി പറഞ്ഞു തുടങ്ങിയത് തന്നെ, ഇപ്പോൾ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു, ഇതിപ്പോൾ 7ാമത്തെ മന്വന്തരമാണ്. ഇപ്പോഴത്തെ മന്വന്തരത്തിൻ്റെ പേരെന്താണ്? വൈവസ്വത മന്വന്തരം എന്ന് പറയാം അല്ലേ? അറിയില്ലേ നമുക്കൊക്കെ? ഇപ്പോഴത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരം. നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയാലോ അല്ലെങ്കിൽ അതുപോലെയുള്ള തീർത്ഥസ്ഥാനങ്ങളിലൊക്കെ പോയാലോ വല്ല പൂജകളോ കർമ്മങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സങ്കല്പം പറയൂ ആദ്യം. അപ്പോൾ നിങ്ങളുടെ ഗോത്രം എന്താണ്, പേരെന്താണ്, നാളെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ ഉടനെ സങ്കല്പം പറയും. പറയുന്നത് അദ്യ ബ്രഹ്മണ ദ്വിതീയ പരാർദ്ധേ ശ്വേതവരാഹകൽപ്പേ വൈവസ്വത മന്വന്തരെ അഷ്ടാവിംശതിതമേ കലിയുഗേ പ്രഥമേ പാദേ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ വർഷത്തിൻ്റെ പേര്, നമ്മുടെ സംസ്കൃത വർഷത്തിനൊക്കെ ഓരോ പേരുകളുണ്ട്. ഇന്ന നാമ സംവത്സരേ, ഇന്ന മാസേ, ഇന്ന ഋതൗ, ഇന്ന തിഥൗ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസം, ഋതു, തിഥി, മറ്റേ നക്ഷത്രം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇന്ന സമയത്ത് ഇന്ന മുഹൂർത്തത്തിൽ, ഈ പുണ്യമുഹൂർത്തത്തിൽ ഈ കർമ്മം ഇന്ന ദേശത്ത് വെച്ച് അല്ലെ, ജംബൂദ്വീപത്തിൽ ഭാരതഖണ്ഡത്തിൽ ഇന്ന ദേശത്ത് വെച്ചിട്ട് ഈ കർമ്മം ചെയ്യപ്പെടുന്നു, അത് ഇന്ന ആൾക്ക് വേണ്ടി ഇന്ന ഉദ്ദേശത്തോടു കൂടി എന്ന് പറയുന്നതാണ് ആ സങ്കല്പം. അപ്പോൾ അത് കേട്ടിട്ടുള്ളവർക്ക് അറിയാം ഇപ്പോഴത്തെ ഏത് മന്വന്തരമാണ്. ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഈ ദിവസത്തിൻ്റെ പേര് ശ്വേതവരാഹകൽപ്പം എന്ന്. ആ ശ്വേതവരാഹകൽപ്പത്തിൽ വൈവസ്വത മന്വന്തരം എന്ന് പറയുന്നതായിട്ടുള്ള മന്വന്തരമാണ്. അതിൽ എന്താണ്, ഈ വൈവസ്വത മന്വന്തരത്തിൽ 28ാമത്തെ ചതുർയുഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കലിയുഗമായിരിക്കുകയാണ്. ഈ ഭാഗവതം പറയുന്നതും ഈ കലിയുഗത്തിൽ തന്നെയാണ്. സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നേക്ക് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് കലിയുഗത്തിൽ തന്നെയാണ്. കലിയുഗം ആരംഭിച്ച് 30 വർഷം ഉള്ളപ്പോഴാണിത് പറയുന്നത്. അതുകൊണ്ട് ആ കാലഘടനയും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു 5000 വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇപ്പോൾ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു, ഇത് 7ാമത്തെ മന്വന്തരമാണെന്ന് പറഞ്ഞിട്ട് ഓരോ മന്വന്തരങ്ങളും ഭഗവാൻ രക്ഷിക്കുന്നു. അതിൽ ഭഗവാന് ഒരു വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞ് 6 പേരടങ്ങുന്നതായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് മന്വന്തര ഷഡ്കം എന്ന് പറയുന്നത്. ഷഡ്കം എന്ന് പറഞ്ഞാൽ 6 മന്വന്തര ഷഡ്കം. ഒരു മന്വന്തരത്തെ പാലിക്കുന്ന ഒരു ടീം, ഒരു ഹൈക്കമാൻഡ്, ഒരു ക്യാബിനറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു ഗ്രൂപ്പ്. അതിൽ 1 മനു, മറ്റത് മനുപുത്രന്മാർ 2, 3 ദേവന്മാർ, 4 ദേവേന്ദ്രൻ, 5 സപ്തർഷികൾ, 6 ഭഗവാന്റെ ഒരു അവതാരവും. അങ്ങനെ ഓരോ മന്വന്തരത്തിലും ഭഗവാന് ആ മന്വന്തരത്തിൻ്റെ കാവൽ ആയിട്ടുള്ള ഒരു അവതാരവും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഓരോ കാലത്തും ഓരോ മന്വന്തരത്തിലുള്ള ദേവന്മാരുടെയും അതാത് മന്വന്തരത്തിലുള്ള ഇന്ദ്രൻ്റെയും അതാത് കാലത്തുള്ള സപ്തർഷികളുടെയും അതാത് കാലത്തുള്ള മനുവിൻ്റെയും മനുപുത്രന്മാരുടെയും ഭഗവാന്റെ അവതാരത്തിൻ്റെയും പേരുകൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. വല്ല പരീക്ഷയ്ക്കോ വല്ല ക്യുസ് മത്സരത്തിനോ ഒക്കെ പോകുമ്പോൾ പഠിച്ചു വെച്ചോളൂ. ഇപ്പോൾ എന്തായാലും ഞാൻ അത് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ ചോദിക്കും സപ്തർഷികൾ ആരാണ് എന്ന്, വല്ല എന്താണ് കോടീശ്വരൻ പരിപാടിയിലോ ഒക്കെ പോയി ചോദിച്ചാൽ നിങ്ങൾ ആരാണ് സപ്തർഷികൾ എന്ന് അവരിങ്ങോട്ട് ചോദിച്ചാൽ നിങ്ങൾ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക, ഏത് മന്വന്തരത്തിലെ എന്ന് അങ്ങോട്ട് ചോദിക്കുക. അപ്പോൾ അവർ തപ്പിപ്പോവും. കാരണം അവരാകെ കൂടി പ്രിൻ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൻസറുമായിട്ട് വന്നിരിക്കുകയാണ്. അവർക്ക് ഈ ചുണ്ണാമ്പൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഏത് മന്വന്തരത്തിലെ സപ്തർഷികളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ വൈവസ്വത മന്വന്തരത്തിലെയാണെങ്കിൽ ഇതാ ഇന്നവരാണ്, അല്ല കഴിഞ്ഞ ചാക്ഷുഷ മന്വന്തരത്തിലെയാണെങ്കിൽ ഇന്നവരൊക്കെയാണ്, അതിന് മുമ്പിലത്തെ രൈവത മന്വന്തരത്തിലെയാണെങ്കിൽ ഇന്നവരൊക്കെയാണ്, അതിന് മുമ്പുള്ള താമസ മന്വന്തരത്തിലാണെങ്കിൽ ഇന്നവരൊക്കെയാണ്, ഉത്തമ മന്വന്തരത്തിൽ ഇന്നവരൊക്കെയാണ്, മറ്റേ സ്വാരോജിഷ മന്വന്തരത്തിൽ ഇന്നവരൊക്കെയാണ്,
സ്വയംഭവ മന്വന്തരത്തിൽ ഇന്നവരൊക്കെയാണ് എന്ന് പറയാം. ഇന്ദ്രൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് വെക്കണമെങ്കിൽ വെക്കാം നിങ്ങൾക്ക്. ഇതെല്ലാം ലിസ്റ്റ് ഇതിലുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ വൈവസ്വത മന്വന്തരത്തിലെ ഇന്ദ്രൻ്റെ പേര് പുരന്തരൻ എന്നാണ്. ഓരോ മന്വന്തരത്തിലും ഇന്ദ്രന്മാർ മാറും. അടുത്ത മന്വന്തരം വരാനിരിക്കുന്നത് സാവർണി എന്നതായിട്ടുള്ള മന്വന്തരമാണ്. അതിലേക്കുള്ള ഇന്ദ്രനാണ് ആര്? നമ്മുടെ മഹാബലി കാത്തിരിപ്പാണ്, വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അടുത്ത ഇന്ദ്രനാവാൻ വേണ്ടി. അപ്പോൾ അടുത്ത ഇന്ദ്രൻ മഹാബലിയാണ്. ഇതുപോലെ ഓരോരുത്തരും അപ്പോൾ ഇതെന്താണ് ഒരു സംഭവം? ഇതൊരു വ്യക്തികളല്ല, ഈ സ്ഥാനപ്പേരുകളാണ് ഇതെല്ലാം. ഇന്ദ്രൻ എന്ന് പറയുന്നതും മനു എന്നൊക്കെ പറയുന്നതൊക്കെ സ്ഥാനപ്പേരുകളാണ്. ഇപ്പോഴുള്ള വൈവസ്വത മനുവിൻ്റെ മറ്റൊരു പേര് ശ്രാദ്ധദേവൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ശ്രാദ്ധദേവനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വൈവസ്വത മനുവായിരിക്കുന്നത്. ഈ ശ്രാദ്ധദേവൻ്റെ പഴയ പേര് സത്യവ്രത രാജാവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുകൾ പലതും ഉണ്ട്. ഇപ്പോൾ വൈവസ്വത മനു എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഓരോ സ്ഥാനങ്ങളാണ് ഈ ദേവന്മാർ, ഇന്ദ്രൻ, അല്ലെങ്കിൽ മനുപുത്രന്മാർ, അല്ലെങ്കിൽ സപ്തർഷികൾ എന്നൊക്കെ പറയുന്നത് ഓരോ സ്ഥാനങ്ങളാണ്. സപ്തർഷികളെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ മറ്റേ സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഉപദേശകന്മാരാണ്. ഭരണകർത്താക്കളെ ഉപദേശിക്കുന്ന ഒരു സമിതി പോലെയുള്ള ആൾക്കാരാണ് ഈ സപ്തർഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ വേദത്തെ കാലാകാലത്തിൽ ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ആളുകളെയാണ് സപ്തർഷികൾ എന്ന് പറയുന്നത്. അപ്പോൾ അറിവ് സപ്ലൈ ചെയ്യുന്ന ആളുകളാണ് സപ്തർഷികൾ. ദേവന്മാരുടെ കർത്തവ്യം ഓരോന്ന് പറയാം, മറ്റേ എന്താ പറയുക, യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഹവിസ്സുകൾ സ്വീകരിക്കുക, അതാത് ഇതിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളെ ജനങ്ങൾക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ, ദിക്പാലകന്മാരായിരിക്കുന്നവർ അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യുക. അങ്ങനെ ഓരോരുത്തർക്ക് വെച്ചിരിക്കണം. ഇന്ദ്രൻ്റെ കർത്തവ്യവും ഇതിൻ്റെയൊക്കെ നേതൃത്വം വഹിക്കുക. മനുവിൻ്റെ കർത്തവ്യം ഭൂമിയിലെ ചക്രവർത്തിയായിരിക്കുക. മനുപുത്രന്മാർ മനുവിനെ സഹായിക്കുക. മനുവിന് പ്രായമാകുമ്പോൾ അവർ സ്ഥാനത്തേക്ക് വരും. ഭഗവാന്റെ അവതാരം ആ കാലത്ത് രക്ഷയുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു വ്യവസ്ഥ വളരെ മനോഹരമായിട്ട് ഭഗവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ വ്യവസ്ഥ എന്നുള്ളത് ഒരു വികേന്ദ്രീകൃത വ്യവസ്ഥയാണ്, ജനാധിപത്യ വ്യവസ്ഥയാണെന്നൊക്കെ പറയാം. ഭഗവാന്റെ ഈ സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സിസ്റ്റമാണ് എന്ന് പറയാം. ഭഗവാൻ കേന്ദ്രീകൃത ഭരണമല്ല നടത്തുന്നത്. എല്ലാവരുടെയും മുകളിൽ ഭഗവാൻ അധ്യക്ഷനായിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ശരിക്കും പണിയെടുക്കുന്നുണ്ടോ നോക്കിക്കൊണ്ട്, എല്ലാവരെയും പണിയെടുപ്പിച്ചുകൊണ്ട് ആ ഭഗവാൻ സാക്ഷിയായി മാറിയിരിക്കുകയാണ്. ഭഗവാന്റെ അവതാരമാണ് അവിടേക്ക് താഴേക്ക് ഇറങ്ങി വന്ന് ഈ കൂട്ടത്തിൽ കൂടുന്നത്. ഭഗവാന്റെ ഈ കമ്മിറ്റിയിലേക്ക് ഒരു എക്സ് ഒഫീഷ്യോ മെമ്പർ എന്ന് പറഞ്ഞതുപോലെ ഭഗവാൻ ഡെപ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ആര്? ഈ അവതാരം. മറ്റതൊക്കെ ഭഗവാന്റെ ഓരോ അംശങ്ങൾ തന്നെയാണ്, വിഭൂതി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വ്യവസ്ഥ അറിഞ്ഞിരുന്നാലേ ഈ കഥയുടെയൊക്കെ പൊരുളും നമുക്ക് പിടികിട്ടുള്ളൂ. മഹാബലിയുടെ ചരിത്രമൊക്കെ ശരിക്കും അറിയണമെങ്കിൽ, മഹാബലി ചെയ്ത തെറ്റ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഭഗവാന്റെ വ്യവസ്ഥയ്ക്കാണ് അയാൾ ചലഞ്ചായത്. ഭഗവാന്റെ വ്യവസ്ഥയെ തകർത്ത ആളാണ് മഹാബലി. ഭഗവാൻ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ ഡിസ്മിസ് ചെയ്ത് സ്വയം ആ അധികാരങ്ങളൊക്കെ പിടിച്ചെടുത്ത ആളാണ് മഹാബലി. അപ്പോൾ അത് മനസ്സിലാവുമ്പോഴേ എന്തുകൊണ്ട് ഭഗവാൻ അവിടെ ഇടപെട്ടു എന്ന് മനസ്സിലാവുള്ളൂ നമുക്ക്. അല്ലാതെ ദേവന്മാരും അസുരന്മാരും ആയതുകൊണ്ട്, അവർ തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് ആ ശത്രുക്കളിൽ ഒരാളുടെ പക്ഷം പിടിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ചെയ്ത പണിയാണ് എന്നൊക്കെ അല്പന്മാരാണ് വ്യാഖ്യാനിക്കുക. ഈ വ്യവസ്ഥയെക്കുറിച്ച് അറിവില്ലാത്തവരാണ് അതൊക്കെ പറയുക. അപ്പോൾ ഈ വ്യവസ്ഥ നമ്മൾ അറിയണം. അപ്പം ഇങ്ങനെയുള്ള ഓരോ മന്വന്തരങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോൾ ആദ്യത്തെ സ്വയംഭവ മന്വന്തരം, രണ്ടാമത്തെ സ്വാരോചിഷ മന്വന്തരം, മൂന്നാമത്തെ ഉത്തമ മന്വന്തരം, നാലാമത്തെ താമസ മന്വന്തരത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ ഹരി ഗജേന്ദ്രനെ ഗ്രാഹത്തിൻ്റെ പിടിയിൽ നിന്ന്, മുതലയുടെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് ശുഖബ്രഹ്മർഷി ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു പോയി. അപ്പോൾ അത് കേട്ടതായിട്ടുള്ള പരീക്ഷത്തിന് ആ കഥ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണമെന്ന് ചോദ്യം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഈ ആനയെ രക്ഷിച്ചത്, ഈ ഗജേന്ദ്രനെ മോചിപ്പിച്ചത്, ആ കഥയൊന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ ഗജേന്ദ്രമോക്ഷം എന്നുള്ളതായിട്ടുള്ള കഥ പറയുന്നത്. അവിടെ ത്രികൂടാചലം, ക്ഷീര സമുദ്രത്തിൻ്റെ നടുവിൽ 3 കൂടങ്ങൾ എന്ന് പറഞ്ഞാൽ 3 കൊടുമുടികളോട് കൂടിയതായിട്ടുള്ള വലിയൊരു പർവ്വതം. ഒന്ന് സ്വർണം, ഒന്ന് വെള്ളി, ഒന്ന്
ഇരുമ്പ് കൊണ്ടുള്ളതായിട്ടുള്ള കൂടങ്ങൾ, കൊടുമുടികൾ, അങ്ങനെയുള്ള ത്രികൂടങ്ങളോട് കൂടിയ അചലം, ത്രികൂടാചലം. ആ ത്രികൂടാചലം വളരെ സമൃദ്ധമായിരുന്ന ഒരു പ്രദേശമായിരുന്നു. അതിലെ വനാന്തരങ്ങളിൽ വളരെ ശക്തനായിട്ടുള്ള ഒരു ഗജേന്ദ്രൻ, ഒരു ആന മതിച്ചു നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അനേക കരുണികളോടും അനേക കളഭങ്ങളോടും കൂടി എന്നറിയാം. കരുണി എന്ന് പറഞ്ഞാൽ പിടിയാനകളും അതുപോലെ ആനക്കുട്ടികളും ഒക്കെ ആയിട്ട് സഞ്ചരിച്ചിരുന്നു. അവർക്ക് അവിടെ ഇഷ്ടംപോലെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാ രത്നങ്ങളും സമൃദ്ധമായിരുന്ന, ദേവന്മാരൊക്കെ അവരുടെ വെക്കേഷൻ ചെലവഴിക്കാൻ വരുന്ന പിക്നിക് സ്പോട്ടാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അപ്സര സ്ത്രീകളുമായിട്ട് ദേവന്മാർ വന്ന് ക്രീഡ ചെയ്യുന്നതായിട്ടുള്ള അനേക ഗുഹകളും അതുപോലെയുള്ള ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഒക്കെ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ ത്രികൂടാചലം. ആ ത്രികൂടാചലത്തിലെ എന്താ പറയുക, ഒരു മൃഗങ്ങളുടെ മുഴുവൻ രാജാവായി സിംഹങ്ങൾ പോലും ഈ ഗജേന്ദ്രൻ്റെ അടുത്തേക്ക് വരില്ല. ഈ ഗജേന്ദ്രൻ്റെ ഗന്ധം എവിടെയുണ്ടോ അവിടെ നിന്നൊക്കെ ക്രൂരമൃഗങ്ങളൊക്കെ പേടിച്ചോടിപ്പോകും. ആ ഗജേന്ദ്രൻ എവിടെയുണ്ടോ അവിടെ സാധു മൃഗങ്ങളൊക്കെ സ്വൈരമായിട്ട് വിഹരിച്ചു. കാരണം അവരുടെ രക്ഷകൻ അവിടെ ഉണ്ട്. അങ്ങനെ അവിടുത്തെ രാജാവായിട്ട്, രക്ഷകനായിട്ട് വിലസുകയാണ് നമ്മുടെ ഗജേന്ദ്രൻ. നമ്മുടെ മേൽപ്പത്തൂരിൻ്റെ ഭാഷയിൽ അദ്ദേഹം ചോദിക്കേണ്ടത് തൊൽ ഭക്താനാം കുത്രനോൽക്കർഷ ലാഭ എന്ന്.